Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഈ ശിവഗിരിയാണ്. ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രക്കാരും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. അവർ സിമ്പിളായി ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം ഒരാൾ എനിക്ക് സംസാരത്തിലിരിക്കല്ല, ഞാൻ ഈ സംസാരത്തിലിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എൻ്റെ നേരെ ഇങ്ങോട്ട് വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞു ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവർ സംസാരിക്കുന്ന രീതി, ഒരു പക്വത. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിലൊരു പ്രതിനിധി എത്തുന്നവർ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ. അതിൻ്റേതൊരു മര്യാദയും വേണ്ട എന്നോട് സംസാരിക്കാൻ, ദാർഢ്യത്തോട് സംസാരിക്കാൻ. ഞാൻ അപ്പോൾ ഇപ്പറേ നിൽക്കുന്നവർ ഉണ്ട്, അവരെല്ലാം വളരെ എന്നെയായിട്ട് ഞാനുടനെ ഇയാളിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തട്ടി മാറ്റി എന്നുള്ളത് ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ചാനലിൽ എത്ര നാളായി എൻ്റെ ചോരയ്ക്ക് വേണ്ടി കുടിക്കുന്നു. ഈ ചാനലിൽ എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്ത്? അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തട്ടെ. അവരെന്തെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ മുകളിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരുപാട് പലിശ രാജാക്കന്മാരും അണ്ണക്കോട്ടും മണിമുടക്കുന്നവരും ഉൾപ്പെടെയുള്ള പലരും ഉണ്ട്. ഇവരൊന്നാമതാകാൻ വേണ്ടിയിട്ട് തന്നെ ബാക്കി ചാനലിലെ എല്ലാം ആക്ഷേപിച്ചെന്തെല്ലാം 24 മുട്ടുന്നു, ഏഷ്യാനെറ്റുമായിട്ട് മുട്ടുന്നു. ഇവിടെ മുട്ടാത്ത ചാനലുകാരുമായിട്ട് എല്ലാം മുട്ടുക, രാഷ്ട്രീയക്കാരായിട്ട് എല്ലാവരുമായിട്ട് മുട്ടുക. ഈ മുട്ടിമുട്ടി ഇവരാരാണ്? പൊന്നുതമ്പരാനാണ്. എന്നെ വേട്ടയാണെന്ന് ഞാൻ വല്ലതും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയണത്? എന്ത് കാര്യം എന്നെ ഇങ്ങനെ ആക്ഷേപിക്കാൻ? ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയുന്നതിന് പകരം അത് ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി. അവർക്ക് ആരോണ്ടൊക്കെ അച്ചാരം മേടിച്ചുകൊണ്ട് അവരുടെ ടിക്കറ്റും മേടിച്ച് ഫോറിലും ദുബായിലൊക്കെ പലരും പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടു. എന്തു ആകട്ടെ, ഞാൻ എന്താ തെറ്റത്? ഞാൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ, കോളേജും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഇത്ര വിഷമം? എൻ്റെ അനുഭവത്തിൽ അത് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. ഞാൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട. എനിക്ക് ഞാൻ തീവ്രവാദിന്റെ അടുക്കള കൊണ്ട് ഉണ്ട്. ഞാൻ വേണ്ട, പറച്ചിലുണ്ട്. അതെ, ഞാൻ എനിക്ക് പറയാണ്ട് പറയണു. താൻ വെറുതെ കളിക്കാതെ, വെറുതെ വിരട്ടാ തന്നെ. താൻ വിരട്ടൽ അയാളെ തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയ പറഞ്ഞു. അത് ആ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. ആരാണ് താനെന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ടെന്ന് ഞാൻ കുറച്ച് അറിയണം. മര്യാദ എടുത്തോണ്ട് വിൽക്കണം. കുറെ ആയത് ഞാൻ അവിടെ കുറെ കസറി, ഇവിടെ വന്ന് വേറെയും കസറ, ഇവിടെ വന്ന് തന്റെ കൊമ്പൊന്നും എടുക്കണ്ട. പറയണ കേട്ടാ മതി. പറയാൻ വേറെ വല്ല വിളിച്ചു ചർച്ച. അത് ഞാനെ വിളിച്ചത് താൻ പറഞ്ഞ. അതെ, നിങ്ങൾ വേറെ വല്ലയിടത്ത് പോയി ചർച്ച ചെയ്യണം. അതെ, നിങ്ങളെ മുമ്പ് ചർച്ച ചെയ്യാനില്ല. തന്റെ മുമ്പ് ചർച്ച ഞാൻ പറഞ്ഞു. ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. എവിടെ കുറെ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്ക് വിചാരിച്ചാൽ ഇരിക്കാനില്ല. കുറേ നാളായി ഇവർ ഈ റിപ്പോർട്ടറുകാർ ഇങ്ങനെ
എല്ലാവരും ആക്ഷേപിച്ച് അവർ വലിയ കേവന്മാരാകുന്നില്ല. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലർക്കെല്ലാം ഗുണം വരും. ഇപ്പം തന്നെ CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനെന്താ കാരണം TV തോമസ്, MM ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ത് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും ചിരിക്കുന്നു. അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ, അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട്. അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിൻ്റെ പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി. ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഭരണത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ളൊരു ചിന്തയും ഭാവനയും ജനങ്ങളിൽ ഉണ്ടായില്ലേ. പ്രത്യേകിച്ച് ഒരാൾ ചോദിച്ചാൽ അത് എൻ്റെ അനുഭവത്തിൽ അതുണ്ട്. അത്രമാത്രം. ഇതിന് കൂടുതൽ അതിനെ പറ്റി ചോദിക്കാം. Thank you.